പുതുവത്സരത്തെ വരവേൽക്കാൻ കാർണിവലിനൊരുങ്ങി കൊച്ചി. അതേസമയം വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ പാടില്ല എന്ന കൊച്ചി RDOയുടെ ഉത്തരവ് അംഗീകരിക്കില്ല എന്നാണ് സംഘാടക സമിതിയുടെ ഇപ്പോഴത്തെ നിലപാട്. ഗവർണറും തൊപ്പിയും എന്ന നാടകം വിലക്കിയതിനെതിരെ DYFIയും പ്രതിഷേധത്തിൽ. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, പാപ്പാഞ്ഞിയെ കത്തിക്കാത്തത് വലിയ നിരാശയാണ്. അതേസമയം പല പ്രേക്ഷകരും നമ്മെ ഓർപ്പെടുന്ന കാര്യം ഡൽഹി പോലെ ഈ അന്തരീക്ഷം മലിനമാകും ഇതുകൊണ്ട് എന്നൊക്കെ പറയുന്നു. പറയൂ വിവരങ്ങൾ. SKN കൊച്ചിക്കാർ അവരുടെ ഒരു വർഷത്തെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും കത്തിച്ച് ആഘോഷിച്ച് തീർക്കുന്ന ദിവസമാണ് ഡിസംബർ 31. ഈ പാപ്പാജിയെ കത്തിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ 40 വർഷമായി കൊച്ചിയിൽ തുടർന്നു പോരുന്നൊരു ആചാരം അല്ലെങ്കിൽ ചടങ്ങെന്നൊക്കെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ചില പ്രതിസന്ധികളുണ്ടായി. ഇപ്പോൾ സാധാരണഗതിയിൽ പരേഡ് ഗ്രൗണ്ടിലാണ് ഔദ്യോഗികമായി പാപ്പാജിയെ കത്തിക്കുന്ന നടപടികൾ നടക്കുക. ഇത്തവണ അത് വെളി മൈതാനത്തേക്ക് കൂടി നീട്ടണം എന്നുള്ളതായിരുന്നു കൊച്ചിയുടെ ഒരു പൊതുവായ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് കാർണിവലിൻ്റെ അനുബന്ധ ചടങ്ങുകൾ നടക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന വെളി ഗ്രൗണ്ടിൽ ഇവിടെ ഒരു പാപ്പാജി, ഒരു കൂറ്റൻ പാപ്പാഞ്ഞിയെ ഒരുക്കിയിരുന്നത്. പക്ഷേ ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ല എന്നുള്ളതാണ് RDO ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഔദ്യോഗികമായ പരിപാടി നടക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. അവിടെ ഈ സംഘാടക സമിതി അണിയിച്ചൊരുക്കുന്ന പാപ്പാഞ്ഞിയാണ് കത്തിക്കുക. അതല്ലാതെ വെളി ഗ്രൗണ്ടിൽ ഇക്കാണുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ല. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ മാർഗങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു അപര്യാപ്തത തന്നെയാണ്. രണ്ടിടങ്ങളിലായി സുരക്ഷ വിന്യസിക്കുമ്പോൾ അത് ചില പ്രതിസന്ധികൾക്ക് സൃഷ്ടിക്കും എന്നുള്ളതാണ് RDOയുടെ വിലയിരുത്തൽ. പക്ഷേ ഈ സംഘാടക സമിതി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ പരേഡ് ഗ്രൗണ്ടിൽ 25,000 പേരെ ഉൾക്കൊള്ളാവുന്ന പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയത് 5 ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ്. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ ആളുകളെ കുറച്ചുപേരെ വെളി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചാൽ വലിയ തിരക്ക് ഒഴിവാക്കും, അത് വലിയ അപകടം ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ വാദം. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ച നടക്കും. ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കണമെന്നാണ് RDO പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും നിലവിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ സംഘാടകർ തയ്യാറായിട്ടില്ല. ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കുക. പൂർണ്ണമായും കൊച്ചി കാർണിവലിൻ്റെ ഈ നടപടികളെല്ലാം അവസാന ഘട്ടത്തിലേക്കാണ്. സുരക്ഷ ശക്തമായി ഒരുക്കിയിട്ടുണ്ട്. 1000-ലധികം വരുന്ന പോലീസുകാരെയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായി സുരക്ഷയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നത്. കൃത്യമായി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾ പോലീസും അതോടൊപ്പം തന്നെ സർക്കാർ അധികൃതരും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം ഈ കുസാറ്റ് ദുരന്തമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് ഈ ജാഗ്രതകൾ പാലിക്കാൻ ഇവിടെ എത്തുന്ന ആളുകൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഇത്തരം ജാഗ്രതകളൊക്കെ പാലിച്ചാൽ കൃത്യമായ എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ നടക്കും. അത് ശക്തമായ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ, അതോടൊപ്പം ശുചിമുറികൾ, കൃത്യമായൊരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാപ്പുകൾ എല്ലാവർക്കും വിതരണം ചെയ്യും. ആ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവരുടെ എല്ലാം വിലയിരുത്തൽ. നിലവിലൊരു വിവാദമായി നിലനിൽക്കുന്നത് ഈ വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മറ്റൊരു വിവാദമുണ്ടായത് ഗവർണറും തൊപ്പിയും എന്ന് പറയുന്ന ഒരു നാടകം അത് ഈ കാർണിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ആ നാടകം ഈ ഭരണഘടനയിൽ ഗവർണറെ അവഹേളിക്കുന്നു അല്ലെങ്കിൽ അത്തരം പദങ്ങളെ അവഹേളിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് BJP മണ്ഡലം കമ്മിറ്റി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ നാടകം താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. ആ പദത്തിന് മാത്രം വിലക്ക് എന്നാണ് RDO പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ നാടകം ഇനി കളിക്കണമെങ്കിൽ സർക്കാരിൻ്റെയൊക്കെ അനുമതിയൊക്കെ വേണം. അതുകൊണ്ട് നിലവിൽ താൽക്കാലികമായി നാടകം കളിക്കുന്നില്ല. അതിനെതിരെ വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നുണ്ട്. DYFI ഉൾപ്പെടെ ഇന്നലെ RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ നാടകത്തുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട് വെളി മൈതാനത്തെ പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. SK സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.